എൻ്റെ കാര്യത്തിൽ പൊതുവേ ഉണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ട്സായിട്ട് വന്ന് കസ്റ്റമേഴ്സ് ആവുന്നവരുമുണ്ട്, കസ്റ്റമേഴ്സായിട്ട് വന്ന് ഫ്രണ്ട്സ് ആവുന്നവരുമുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. അവരെ അധികം ആരെ കൊണ്ടും എനിക്ക് ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പൈസയുടെ കാര്യങ്ങളിലാണേലും ഒക്കെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ചിലർ ഇപ്പോൾ ബിസിനസ് ആകുമ്പോൾ അങ്ങനെയാണല്ലോ, കുറേ പേര് നമ്മളെ പറ്റിക്കുകയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ തരാതിരിക്കും, നമ്മൾ പിടിച്ച് വാങ്ങേണ്ടി വരും, അങ്ങനെ കുറേ പേരും ഉണ്ടാവും. പക്ഷേ സാധാരണ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ വന്ന കസ്റ്റമർ പിന്നെയും നമ്മളുടെ അടുത്ത് വരും. അങ്ങനെയാണ് ഇതുവരെയുള്ള കുറേ ഒരു 10 വർഷത്തിനിടയ്ക്ക് നമ്മുടെ മിക്ക ആൾക്കാരും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന ഒരാളാണ് വൈശാഖ്. വൈശാഖിൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ഒരു വെഡിങ് ആനിവേഴ്സറി കേക്കിന് വേണ്ടിയിട്ടാണ് ആദ്യം വൈശാഖ് വരുന്നത്. അപ്പോൾ അതൊരു പെട്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തൊരു കേക്കാണ്. അന്ന് തന്നെ വൈശാഖിന് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേക്ക്. അത് കഴിഞ്ഞ് പിന്നെ കുറേ നാൾ ബനാന കേക്ക് അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടിരുന്നുള്ളൂ. പിന്നെ എന്നിട്ട് പറഞ്ഞു, പെട്ടെന്നൊരു ദിവസം കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട്, കീർത്തി എനിക്കൊരു കേക്ക് വേണം, അന്ന് ചെയ്ത് തന്ന മോഡൽ സെയിം വേണം, എൻ്റെ ബോസിന് വേണ്ടിയിട്ടാണ്, സെയിം കളർ പാറ്റേൺ ഒക്കെ അത് മതി എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കേക്കിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാണ് ഞാൻ അന്ന് വൈശാഖിന് അച്ഛനും അമ്മയ്ക്കും വേണ്ടി ചെയ്തിരുന്ന കേക്ക്. അന്ന് അവർക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ സെയിം ആയിട്ട് തന്നെ ചെയ്താൽ മതി, സിമ്പിളായിട്ട് മതി കീർത്തി, നല്ല ഭംഗിയിൽ കീർത്തിയുടെ ഇഷ്ടം പോലെ തന്നെ കളർ പാറ്റേൺ അത് തന്നെ മതി, ടേസ്റ്റും സെയിം വേണമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് അന്ന് കൊടുത്ത ടേസ്റ്റ് ഏതാണെന്ന് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, ഈ ഫ്ലേവർ ഏതാണെന്നുള്ളത്. പിന്നെ ഞാൻ വൈശാഖിനോട് ചോദിച്ചു, ഞാനന്ന് ഏതായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. കൂടുതലും ഞാൻ പ്രായമായവർക്കൊക്കെ വേണ്ടിയിട്ട് വനില ഫ്ലേവറാണ് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി വനില ഫ്ലേവർ തന്നെ ആയിരിക്കും ഞാൻ ചെയ്തിട്ടുണ്ടാവുക, പിന്നെ അല്ലെ കണ്ടൻസ്ഡ് മിൽക്ക് മിക്സ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു, വൈശാഖ് എങ്ങനെയായിരുന്നു, വനിലയുടെ ആ ഒരു ടേസ്റ്റ് അല്ലേ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചപ്പോൾ അതേ വനിലയായിരുന്നു അന്ന് വാങ്ങിച്ചതെന്നാണ് തോന്നുന്നത്. എന്തായാലും അന്നത്തെ ആ സെയിം ഒരു രീതിയിൽ തന്നെ തരണേ കീർത്തി, അതൊത്തിരി ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അതുപോലെ തന്നെ നമ്മളിത് ബട്ടർ ക്രീമിൽ തന്നെ, അന്ന് ബട്ടർ ക്രീമായിരുന്നു, ഒക്കെ ഓക്കെ, ബട്ടർ ക്രീമിൽ തന്നെ നമ്മൾ എല്ലാം എടുത്തു, എല്ലാം സെറ്റ് ചെയ്തു, 4 ലേയേഴ്സ് എല്ലാം സെറ്റ് ചെയ്തു. ഫില്ലിംഗ് ആയിട്ട് വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞത്, കാരണം അന്ന് ഫില്ലിംഗ് ഒന്നും വേണ്ട, കുറച്ച് പ്രായമായവരും മോനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഫില്ലിങ് കൊടുത്താൽ ഇഷ്ടമാവുമോ എന്നറിയത്തില്ല, അതുകൊണ്ട് ഫില്ലിങ് വേണ്ടാന്ന് ആദ്യത്തെ കേക്കിനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേക്കിനകത്ത് നമ്മൾ അധികം ഫില്ലിംഗ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് നോർമൽ വനില കേക്ക്, കണ്ടൻസ്ഡ് മിൽക്ക് മിക്സ് ആ ഒരു ഇതാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഡെക്കറേഷൻസൊക്കെ പഴയ കൊടുത്ത ഡെക്കറേഷൻ തന്നെ ഇതിനും കൊടുക്കാൻ തോന്നിയില്ല, എന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്തേക്കാം എന്ന് വെച്ച്. എന്നിട്ട് പിന്നെ ഫോണ്ടൻറ്റ് ലീവ്സ് ഉണ്ടാക്കിയെടുത്തിട്ട് അതിൽ നമ്മൾ ഗോൾഡൻ കളർ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്തത്. ഇതൊക്കെ നല്ല എന്താ പറയുന്നത്, ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളാണ്. ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ അതെല്ലാം ചിലവടയിൽ നിന്ന് നമ്മൾ ഇത് ബ്രഷ് ചെയ്തൊക്കെ എടുത്തു, ഗോൾഡൻ ഡസ്റ്റ് ബ്രഷ് ചെയ്തെടുത്തു. പിന്നെ കേക്ക് ഒന്നുകൂടെ ഒന്ന് ഷേപ്പാക്കി എടുത്തു, കറക്റ്റ് ആ ഒരിത് ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇനി അത് പിന്നെ എഗെയിൻ നമ്മൾ പിന്നെ ഫ്രീസറിൽ വെക്കും. നല്ല ചൂടുണ്ടായിരുന്നു. ഇപ്പം മഴയൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റാണ് അറിയാമല്ലോ, പെട്ടെന്ന് കേക്ക് മെൽറ്റ് ആവുന്ന ഒരു അവസ്ഥയാണ്. അത് പ്രത്യേകിച്ചും ബട്ടർ കേക്ക്, ബട്ടർ ഇതാണുമ്പോൾ, ക്രീമാവുമ്പോൾ പെട്ടെന്ന് മെൽറ്റാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ രാത്രിയിലേ ചെയ്തു വെച്ചിരുന്നു. റൈസ് പേപ്പർ സെയിൽസാണ്, അതിങ്ങനെ നമ്മൾ കളറൊക്കെ കൊടുത്ത് നന്നായിട്ട് അത് ഡ്രൈ ആക്കിയെടുത്ത് അതിൽ പിന്നെ ഗോൾഡൻ ഡസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാനത് ചെയ്തെടുത്തത്. അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട്, അപ്പം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്, എപ്പോഴും നമ്മൾ ഒരേ തരത്തിലുള്ള അവർ പറഞ്ഞ പോലെ ആ ഒരു ഡിസൈൻ തന്നെ കൊടുക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നാൽ പെട്ടെന്ന് ഒത്തിരി ഇതായിട്ടും വേണ്ട, സിമ്പിളായിട്ട് മതി, കാണാൻ ഒരു ഭംഗിയുണ്ടാവണം എന്നുള്ളതേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നാൽ ഇങ്ങനെ ഒരെണ്ണം ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അത് അങ്ങനെ ചെയ്തു. പക്ഷേ കുത്തിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബട്ടർ ക്രീം നല്ല സോഫ്റ്റ് ആയിരുന്നതുകൊണ്ട് അത് സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളകി വരാൻ തുടങ്ങി. പിന്നെ അത് മൊത്തം താഴെ പോവുമോ എന്നുള്ള പേടിയുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ഡെക്കറേഷൻസൊക്കെ ഒന്നുകൂടെ ഒന്ന് ലാസ്റ്റ് ടൈമിൽ ഞാനൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു, കുറച്ച് ഡിഫറെൻ്റായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മേളിലേക്ക് കൊടുത്തിട്ട്. കാരണം ഈ കൊണ്ടുപോകുന്ന വഴിക്ക്, ഡെലിവറി കൊണ്ടുപോകുന്ന വഴിക്ക് എന്തെങ്കിലും പ്രശ്നമായാലോ പിന്നെ അവർക്കത് റീഅറേഞ്ച് ചെയ്യാൻ പറ്റില്ല. കണ്ടോ സൈഡിൽ അങ്ങനെ ഇതുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ മുത്തൊക്കെ വെച്ചിട്ടത് ബീഡ്സൊക്കെ വെച്ച് അങ്ങനെ ഇത് അടച്ച് അവിടുത്തെ ഇതെല്ലാം പിന്നെ എല്ലാം മേളിലേക്ക് സെറ്റാക്കി കൊടുത്തു. ആ സൈഡിൽ പിന്നെ അത് കൊണ്ടുപോകാനുള്ള വിഷമം എല്ലാം വെച്ചിട്ട് ഞാനത് സൈഡിലേക്കാണ് ആക്കി കൊടുത്തത്. അപ്പോൾ കേക്ക് ഇതാണ്. ഓഫീസിൽ എല്ലാവർക്കും ബോസിനും ഒക്കെ കേക്ക് ഭയങ്കരമായി ഇഷ്ടമായി, താങ്ക്സ് കീർത്തി എന്ന് പറഞ്ഞിട്ട് വൈശാഖി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കേക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ.